ചിറമാടം പള്ളി ആക്രമണം വിഘടിത വിഭാഗത്തിന്റെ ടെസ്റ്റ് ഡോസ് മാത്രം. പള്ളികൾ ഓരോന്നായി പ്രശ്നങ്ങളുണ്ടാക്കി ആക്രമണം അഴിച്ചുവിടും. പോലീസ് ക്രമസമാധാനം എന്ന പേരിൽ പള്ളി പൂട്ടും. പിന്നെ പള്ളി തുറക്കൽ സ്വപ്നങ്ങളിൽ മാത്രം. 2017 ജൂലൈ 3 നിന്ന് 2026 ഓഗസ്റ്റിലെത്തിയിട്ടും സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കിയെടുക്കാൻ പറ്റാത്ത സഭാ നേതൃത്വവും വിധി നടപ്പാക്കാൻ കൂട്ടാക്കാത്ത ഭരണകൂടവുമാണ് ഇത്രയും നാൾ കണ്ടത്. പ്രമാടം പള്ളിയിൽ നടന്നതുപോലെ ഇനി പല പള്ളിയിലും അരങ്ങേറിയാലും അത്ഭുതപ്പെടേണ്ട. ഇത് തിരക്കഥയുടെ ഭാഗമാണോ എന്ന് സംശയിക്കണം. അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തു. കരടിക്കിറങ്ങാൻ സമയമായി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് രാവിലെ കളക്ട്രേറ്റിൽ പോകാൻ പ്ലാനിടും. ക്യാമറാമാനെ സെറ്റ് ചെയ്യുന്നു. പിന്നെ കാറിൽ കയറുമ്പോൾ മുതൽ ഫോട്ടോയും റീലും സഭാഗ്രൂപ്പുകളിൽ ഓടിത്തുടങ്ങും. ചർച്ച കഴിയുമ്പോൾ ഒരു കമന്ററി ഉണ്ട്. ദൈവത്തിന്റെയും സഭയുടെയും പേരുകൂടി സമാസമം ഇടയ്ക്ക് ചേർത്ത് ഒരു കാച്ചങ്ങ് കാച്ചും. ഇതിൽ ആവശ്യമനുസരിച്ച് BGM, ആനിമേഷൻ, ഗ്രാഫിക്സ് ഒക്കെ മേമ്പൊടി ചേർത്തിറക്കും. അതോടെ സഭാസ്നേഹ ലേഹ്യം റെഡി. കുറെ പൊട്ടന്മാർ ഈ തട്ടിപ്പ് സാധനം എന്തോ കൂടിയ ഐറ്റമാണെന്ന് പറഞ്ഞ് ഷെയറും ചെയ്യും. അതോടെ കേൾവിക്കാരിൽ പലരും വിശ്വസിക്കും. അപകടം മുന്നിൽ കണ്ട് സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ ആമയും കരടിയും മാത്രമേയുള്ളൂ എന്ന് 4 വർഷത്തിന് ശേഷം സഭാസ്നേഹം ഉണർന്ന് ഫാൻസിനും 6 വർഷങ്ങൾക്ക് ശേഷം ഒരു ഉണർവൊക്കെ ആയി തുടങ്ങി. ഇനി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ. ആമയും കരടിയും എന്ന് ദേവലോകത്തുനിന്ന് ഇറങ്ങിപ്പോകുന്നോ അന്നേ ഈ സഭ ഗുണം പിടിക്കൂ.